അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹിക്മത്തുൽ ലതായിയ മൂന്നാമത്തെ ഹിക്മത്താണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഓർഡറിൽ മൂന്നാമത്തേതാവണമെന്നില്ല, വിവിധ ഭാഗത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ചില ഹിക്മത്തുകളാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മളെ ഹിക്മത്ത് അരിഹ് നഫ്സക മിന തദ്ബീർ ഫമാ ഖാമ ബിഹി ഗൈറുക അൻക ലാ തഖും ബിഹി ലിനഫ്സിക്. അരിഹ് റാഹ എന്ന് പറഞ്ഞാൽ റാഹത്താകുക, സുഖിച്ചോളൂ എന്നുള്ള അർത്ഥത്തിലൊക്കെ അല്ലേ, നീ റാഹത്തെടുത്തോളൂ. അരിഹ് നഫ്സക മിന തദ്ബീർ, തദ്ബീറിൽ നിന്ന് നീ നിൻ്റെ നഫ്സിനെ സുഖിപ്പിക്കുക, അതിലേക്ക് തിരിഞ്ഞു നോക്കണ്ട. ഫമാ ഖാമ ബിഹി ഗൈറുക അൻക, നീയല്ലാത്ത മറ്റൊരാൾ നിന്നെ തൊട്ട് ഏറ്റെടുത്തൊരു കാര്യം, ലാ തഖും ബിഹി ലിനഫ്സിക്, അത് നീ നിൻ്റെ നഫ്സിന് വേണ്ടി ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ തൊട്ട് ഏറ്റെടുത്ത കാര്യമാണ് ഈ തദ്ബീർ എന്ന് പറഞ്ഞാൽ. എന്താണ് നമ്മൾക്ക് വിശദീകരിക്കാം തദ്ബീർ. അപ്പോൾ പിന്നെ തദ്ബീറിൻ്റെ വിഷയത്തിൽ നീ നിൻ്റെ നഫ്സിനെങ്ങനെ വെറുതെ ഇടങ്ങേറാക്കി നിൽക്കണ്ട, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തതാണ്. ഈ ബാക്കിയുള്ള പണികൾ നീ നോക്കിയാൽ മതി എന്നുള്ളതാണ്. അരിഹ് നഫ്സക മിന തദ്ബീർ ഫമാ ഖാമ ബിഹി ഗൈറുക അൻക ലാ തഖും ബിഹി ലിനഫ്സിക്. തദ്ബീർ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലൻ്റെ പണിയാണ്. തദ്ബീർ എന്ന് പറഞ്ഞാൽ എന്താ? തദ്ബീർ പറഞ്ഞാൽ ഒന്നെങ്കിൽ പ്ലാനിങ് എന്നൊക്കെ പറയില്ലേ നമ്മൾക്ക്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിലയിരുത്തുക, അങ്ങനെ ആ രൂപത്തിലല്ല പ്ലാനിങ്ങുകൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. യതറക്കസാല നതായിജ്, റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പരിപാടി അല്ലെങ്കിൽ അതിൽ കോൺസെൻട്രേഷൻ കൊടുക്കുക എന്നുള്ളതാണ് തദ്ബീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താകും ഇതിൻ്റെ റിസൾട്ട്? അല്ലെങ്കിൽ റിസൾട്ട് ഒന്ന് കിട്ടിയല്ലോ, അതെന്താണ് ഇങ്ങനെ ആയത്, മറ്റേ രൂപത്തിലല്ല ആകേണ്ടത്. റിസൾട്ടുകളെക്കുറിച്ച് ചിന്തിക്കുക, അത് ഇന്നാലിൻ്റെ രൂപത്തിലാകണമെന്ന് വാശി പിടിക്കുക എന്നതിന് നമ്മൾക്ക് എന്തില്ല, ഇഖ്തിയാറല്ലന, നമ്മൾക്കൊരു ഇഖ്തിയാറും ഇല്ല. അല്ലെങ്കിൽ നമ്മൾക്ക് അള്ളാഹു അത് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് സായാണ്. അന്ന സായഹു സൗഫയുറ, സായി പരിശ്രമിക്കുക, അതിങ്ങനെ ശ്രമിക്കുക. ബാക്കിയുള്ളതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ സബബുകളോട് ബന്ധപ്പെടുക, അതിൻ്റെ പിന്നിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുസബ്ബിബിനെ അറിഞ്ഞുകൊണ്ട് അവനിൽ തവക്കുലാക്കിക്കൊണ്ട്. ഓക്കെ, അപ്പോൾ അത് അള്ളാഹുവിൻ്റെ ഡ്യൂട്ടിയാണ് തദ്ബീർ എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ഡ്യൂട്ടിയിൽ നമ്മൾ കൈ കടത്തേണ്ട ആവശ്യമില്ല. അത് പല കാര്യങ്ങളും അങ്ങനെ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അൽ കിബ്രിയാ ഉരിദായി അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കിബിർ എന്ന് പറഞ്ഞാൽ ഉയർച്ച നടിക്കുക, ഉയർച്ച കാണിക്കുക എന്നുള്ളത് ആരെ റിദ ആണ്, എൻ്റേതാണ് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് അവകാശപ്പെട്ടതാണ്. അത് ആരും എൻ്റെ അവകാശത്തിലേക്ക് കൈവെക്കാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു തക്കബ്ബുർ നടിച്ചുകൊണ്ട് ഇബാദുകൾക്കിടയിൽ നടക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തൊരു പണിയാണ് തദ്ബീർ എന്നുള്ളൊരു സാധനം. അപ്പോൾ അതിനെ മറ്റുള്ളവർ അതിൽ കൈ കടത്തുക. അനാഗന ശുറക്കായി അൻ ഷിർക്ക് എന്നൊക്കെ അള്ളാഹു പറയണ്ടല്ലോ. ഷിർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തീരെ ഇഷ്ടമില്ല. അങ്ങനെ ആരെങ്കിലും ഷിർക്കേറ്റ് വന്നാൽ, ആരെങ്കിലും കാണിക്കാൻ വേണ്ടി എൻ്റെ അമൽ ചെയ്താൽ, എനിക്ക് അമൽ ചെയ്താൽ തറക്തുഹു വ ഷിർക, ഞാൻ ഓനെ ഷിർക്കിന് വലിച്ചെറിയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ ഉള്ളൊരു പണിയാണ്, അള്ളാഹു ഏറ്റെടുത്ത ഡ്യൂട്ടിയാണ് തദ്ബീർ എന്നുള്ളൊരു സാധനം. അവിടെ മനസ്സിലാക്കാനുള്ളത്, തദ്ബീർ എന്ന് പറഞ്ഞാൽ തദ്ബീർ ജസദുമായി ബന്ധപ്പെട്ടതല്ല, ഫിക്റുമായി ബന്ധപ്പെട്ടതാണ്. അരിഹ് നഫ്സക, നഫ്സല്ല പറഞ്ഞത് പറഞ്ഞാൽ പണിയെടുക്കാൻ പാടില്ല എന്നുള്ളതല്ല, സഅയ് വേണം. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഹിക്മത്ത് എന്തായിരുന്നു? തജ്രീദിലാണ് നിർത്തിയതെങ്കിൽ തജ്രീദിൽ നിന്ന് സബബക്ക് പോകാൻ പാടില്ല, സബബിലാണ് നിർത്തിയതെങ്കിൽ സബബിൽ നിന്ന് തജ്രീദിക്ക് പോകാൻ പാടില്ല എന്നാണ്. സബബിലാണ് നിർത്തിയതെങ്കിൽ ആ സബബുകളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കണം. സമ്പത്താണെങ്കിൽ സമ്പത്ത് സമ്പാദിക്കണം,
മറ്റു എന്ത് പണികളാണെങ്കിലും ആ ഡ്യൂട്ടികൾക്ക് നിർവഹിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഹിക്മത്തിൽ വന്നിട്ട് അതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണോ? അങ്ങനെയല്ല പറയണത്. നമ്മൾ പറയണത് സഅയ് വേണം, ശ്രമിക്കണം, എല്ലാവിധ പണികളും ചെയ്യണം. പക്ഷേ നീ കാലിയാക്കേണ്ടത്, റാഹത്ത് നൽകേണ്ടത് നിൻ്റെ ഫിക്റിനാണ്, നിൻ്റെ കൽബിനാണ്. നിൻ്റെ അതിനെന്താകും, അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ ആയില്ലല്ലോ എന്നുള്ള രൂപത്തിൽ അതിനെക്കുറിച്ച് ഇശ്ഗാലുൽ ഫിക്രി ബിൻ നതായിജ് വളമാനുൻ നജാഹി ബിനഫ്സിഹി, അല്ലേ, സ്വയം ത്തിൻ്റെ വിജയങ്ങളൊക്കെ അവകാശപ്പെടുക, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു കൈ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ നിയന്ത്രണം ഇവിടെ ഉണ്ട് എന്നുള്ളതിനെ തൊട്ട് അജ്ഞത നടിക്കുക, ഇതാണ് പ്രശ്നം. ഓക്കെ, നതായിജിനെ കുറിച്ച് ഇനി ചിന്തിക്കേണ്ട. നമ്മളിപ്പോൾ എപ്പോഴും അങ്ങനെ ആയിരിക്കും, പണി കുറച്ചേ ഉണ്ടാവുള്ളൂ, കുറച്ച് പണിയെടുക്കും, ശരീരം കൊണ്ട് പണിയെടുക്കും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആ പണി അത് ശരിയായില്ലേ, അതിപ്പോൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നില്ലേ, ഞാൻ ഇന്നലെ അത് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അത് ഇങ്ങനെ ആകുമായിരുന്നില്ല. അങ്ങനെ കുറേ ചിന്തകളാണ് നമ്മൾക്ക് കൂടുതൽ വരിക. പണിയേക്കാൾ കൂടുതൽ ചിന്തകളാണ്. ഈ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ പ്രശ്നം. ഒരു മുഅ്മിന് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഫഇന്ന ലൗ തഫ്തഹു അമല ശൈത്വാൻ എന്നൊക്കെ റസൂൽ പഠിപ്പിക്കുന്നില്ലേ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നു എന്നുള്ള രൂപത്തിലൊക്കെ ആവശ്യമില്ലാതെ ചിന്തകൾ കൂട്ടുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വേപതു പൂണ്ടിട്ടിങ്ങനെ സംസാരിക്കുക, ഇതെന്തല്ല, മുഅ്മിനോട് യോജിച്ചതല്ല. അത് താബ് ജസദി, ശരീരത്തിൻ്റെ ക്ഷീണം എന്നുള്ളത് എന്താണ്, അത് സാധാരണ ജീവിതത്തിൻ്റെ ഒരു ചര്യയാണ്. പക്ഷേ നഫ്സിനോട് വരുന്ന ഈ താബ്, കുറേ ഇങ്ങനെ സങ്കടപ്പെടുക, അസ്വസ്ഥത പ്രകടിപ്പിക്കുക, ഇത് ശാരീരികമായിട്ടാണെങ്കിലും പ്രശ്നങ്ങളാണ്, മാനസികമായിട്ടാണെങ്കിലും പ്രശ്നമാണ്. മുഅ്മിന് ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. മുഅ്മിന് പൂർണ്ണമായിട്ട് തവക്കുൽ, ചെയ്യാനുള്ള പണികളൊക്കെ ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ തവക്കുൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, അങ്ങനെ ആയിരിക്കണം. പിന്നെ വരുന്ന അല്ലേ പല സന്ദർഭങ്ങളിലും റസൂലിൻ്റെ ജീവിതത്തിൽ നിന്നൊക്കെ അതാണ്, ഒരു കാര്യം തീരുമാനിച്ച് ചെയ്താൽ പിന്നെ ബാക്കി തവക്കുൽ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിലേക്ക് ഇറങ്ങണോ ഇറങ്ങണ്ടേ എന്നുള്ളതിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു. റസൂലിന് ആദ്യം താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇറങ്ങിയാൽ പിന്നെന്ത്, തവക്കുൽ. ഫൈദ അസംത ഫതവക്കൽ അലല്ലാഹ്. ഈ പറഞ്ഞ പോലെ പണികളെല്ലാം ചെയ്യുക, എന്നിട്ട് തവക്കുൽ. പിന്നെ അതിലിങ്ങനെ ആശങ്ക പ്രകടിപ്പിക്കുക എന്നുള്ളത് എൻ്റെ പണിയില്ല. അതിർത്തി മറികടക്കരുത് എന്നാണ് ചുരുക്കം. ഒരു കാരണങ്ങളോട് നമ്മളോട് കൽപ്പിക്കപ്പെട്ടൊരു ഭാഗമുണ്ട്, ഇബാദത്ത് ചെയ്യുക, അമൽ ചെയ്യുക, രോഗം വന്നാൽ ചികിത്സിക്കുക, അത് എന്താവുക, ഡോക്ടറെ കാണുക, അങ്ങനെ തുടങ്ങിയ ഓരോ കാര്യങ്ങൾ. അതിൻ്റെ അപ്പുറത്തുള്ളതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് എന്ത് വരുന്നു എന്നുള്ളത്. ചിലപ്പോൾ ഒരു ചികിത്സിച്ചിട്ട് രോഗം മാറൂല, അപ്പോൾ അതിൽ എന്താ എൻ്റെ രോഗം മാറാത്തതിന് അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ പാടില്ല. അതാണ് അള്ളാഹുവിൻ്റെ പണിയിൽ കൈകടത്തുക എന്ന് പറഞ്ഞത്. അത് അള്ളാഹുവിനെ വിട്ട് കൊടുക്കേണ്ടതാണ്. അള്ളാഹു നമ്മൾ സമ്പത്ത് സമ്പാദിക്കാൻ ശ്രമിക്കുക, റിസ്ക് തരലാരാണ്, അള്ളാഹുവാണ്. നമ്മളെ അമലുകൾ ചെയ്യുക, അതിനുള്ള സവാബ് അല്ലെങ്കിൽ അതിനുള്ള തൗഫീഖ് നൽകലാരാണ്, അള്ളാഹുവാണ്. നമ്മൾ ചികിത്സിക്കുക, അതിനുള്ള ശിഫ തരേണ്ടതാരാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല. ഓക്കെ, അപ്പോൾ ഈ പണികൾ വേണ്ട എന്നുള്ളതല്ല, പണികൾ വേണം. പക്ഷേ അതോടൊപ്പം ഈ നതായിജിലുള്ള നമ്മുടെ അനാവശ്യമായ ചിന്തകൾ പൂർണ്ണമായിട്ടും നമ്മൾ ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടൊരു കൃത്യമായിട്ടുള്ളൊരു മുഅ്മിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സബബുകളോട് കൃത്യമായിട്ട് ബന്ധപ്പെടുക. നമ്മൾ കഴിഞ്ഞ ഹിക്മത്തിൽ പറഞ്ഞ പോലെ എന്ത് പണികളായാലും ഡ്യൂട്ടികളായാലും പഠനങ്ങളായാലും അത് സബബിനോട് കൃത്യമായിട്ട് ബന്ധപ്പെടുക. ഇനി അങ്ങനെ പണി തുടങ്ങിയാൽ പൂർണ്ണമായിട്ടും എനിക്കധികാരം എന്നുള്ള രൂപത്തിലല്ല, ആ പണികൾ എനിക്കോരോ പണിക്കും എനിക്ക് തൗഫീഖ് നൽകുന്നത് ആരാണ്, അള്ളാഹുവാണ്. അപ്പോൾ നമ്മുടെ ഹൃദയം പൂർണ്ണമായിട്ടും അള്ളാഹുവിനോട് ബന്ധപ്പെട്ടിട്ടുണ്ടാവണം. അള്ളാഹുവിൻ്റെ കഴിവോടെയാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്തോടെയാണ് ഞാൻ ഈ പണികളൊക്കെ ചെയ്യുന്നത് എന്ന ഇബാദത്തായാലും എന്തായാലും അള്ളാഹുവിൻ്റെ ഫضل കൊണ്ടാണ്. അപ്പോൾ പണിക്ക് മുമ്പും മുഅ്മിന് ഡ്യൂട്ടി ഉണ്ട്, പണിൻ്റെ ഇടയിലും മുഅ്മിന് ഡ്യൂട്ടി ഉണ്ട്, പണിൻ്റെ ശേഷം മുഅ്മിന് ഡ്യൂട്ടി ഉണ്ട്. പണിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും തവക്കുൽ. ഇനി നമ്മൾക്കില്ല, കാരണം എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തു, ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല. ഓക്കെ, അപ്പോൾ എന്ത് സമാധാനം ഉണ്ടാവും ഒരു മുഅ്മിന്? അതാണ് പറയുന്നത് അജബല്ലി അംറിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. നന്മ വന്നാൽ അവൻ എന്ത് പറയും? അൽഹംദുലില്ലാ. തിന്മ വന്നാൽ എന്ത് പറയും?
അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നു. സുബ്ർ എങ്ങനെയായാലും മനസ്സിന് ഇടങ്ങേറില്ലാത്ത രൂപത്തിൽ അതിൽ റാഹത്ത് കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു മുഅ്മിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, വിശിഷ്യ അങ്ങനത്തെ ദുന്യവിയായ കാര്യങ്ങളിലൊക്കെ. ഏറ്റവും വലിയ തുമഅ്നീനത്തിലേക്കും രളിയിലേക്കും എത്തുന്നത് ഇതാണ്. പണികൾ മുഴുവനായിട്ട് ചെയ്യുക, പൂർണ്ണമായിട്ടും അല്ലാഹുവിലേക്ക് തഫ്വീദ്. എങ്കിൽ മനസ്സ് വലിയ ശാന്തിയോടെ ആയിരിക്കും മനസ്സുണ്ടാവുക, നല്ല ശാന്തത ആയിരിക്കും. കാരണം ഇനി വരുന്നത് അള്ളാഹു എനിക്ക് ഇഖ്തിയാർ ചെയ്യുന്നതാണ്. ഓക്കെ, അള്ളാഹു ഇഖ്തിയാർ ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി ഞാൻ നിർവഹിച്ചു, ഇനി അള്ളാഹു എനിക്ക് തരുന്നതല്ലേ, ഓക്കെ ഞാനത് സ്വീകരിക്കുന്നു. ഇതാണ് മുഅ്മിൻ്റെ ഒരു തുമഅ്നീനത്തുണ്ടാക്കുന്ന ഏറ്റവും വലിയത്. ധാരാളം അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന, അള്ളാഹുവിലേക്ക് ജിഹാദ് നടത്തി പരിശ്രമങ്ങൾ നടത്തി വരുന്ന ആൾക്ക് വഴികൾ എളുപ്പമാക്കലാരാണ്? നമ്മളാണ്. ലനഹ്ദിയന്നഹും സുബുലന മൻ ആമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ. ആ മനഃശാന്തി ലഭിക്കാൻ അത്രത്തോളം ഒരു മനഃശാന്തി എവിടുന്നും കിട്ടൂല. ഈമാനിൽ നിന്ന് വരുന്ന മനഃശാന്തി. അല്ലാഹു വലിയുല്ലദീന ആമനു ذلك بأن الله مولى الذين آمنوا وأن الكافرين لا مولى لهم. ധാരാളം ആയത്തുകളിലൂടെ മഹാനായ ഷെയ്ഖ് സായിദ് റമദാൻ ബൂത്തി ഒരു ദർവേഷിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ജാമിയാത്തു ഖാലിദ് ബിൻ വലീദ് അവിടെ ഇങ്ങനെ നിസ്കരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദർവേഷ് ഇങ്ങനെ ഭയങ്കര പുഞ്ചിരി തൂക്കി ഇങ്ങനെ നന്നായി ചിരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താ നിങ്ങളൊന്നും ചിരിക്കാത്തത്? അള്ളാഹു പറഞ്ഞതെന്താ? ദാലിക ബിഅന്ന അല്ലാഹ മൗലല്ലദീന ആമനു വഅന്നൽ കാഫിരീന ലാ മൗല ലഹും. നമ്മുടെ മൗല അള്ളാഹു അല്ലേ, നമ്മൾക്ക് അള്ളാഹു മൗലായിട്ടില്ലേ, എന്നിട്ടെന്താ നിങ്ങളൊന്നും ചിരിക്കാത്തത് എന്ന് ഒരു ദർവേഷ്, ഒരു മനസ്സ് തസൂഫിലായിട്ട് അലിഞ്ഞ ഒരു മനുഷ്യനിങ്ങനെ ചോദിക്കുന്ന ഒരു രംഗം ബൂത്തി ഉദ്ധരിക്കുന്നത് കാണാം. അതാണ് ഒരു മുഅ്മിൻ്റെ ഒരു ഹാല്, ഒരു ഖൽബ് അങ്ങനെ ആയിരിക്കണം. പണികൾക്ക് ശേഷം പൂർണ്ണമായ സംതൃപ്തിയോടെ തുമഅ്നീനത്തോടെ കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഹൃദയം. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ. അല്ലാഹുവാണ് മുഅ്മിനിൻ്റെ വലിയ. അപ്പോൾ അങ്ങനെ ഇത് നമുക്ക് മനസ്സിലാക്കണം. ഇതിന് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ അനേകം ഉദാഹരണങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ, അമ്പിയാക്കളുടെ ജീവിതത്തിൽ, മറ്റു ശേഷമുള്ള സ്വഹാബത്തിൻ്റെ താബിഈങ്ങളുടെ ജീവിതത്തിലൊക്കെ നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ കണ്ടെത്താൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. ഹിജ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു സഅയ് ഉപേക്ഷിക്കലല്ല, പണി ഉപേക്ഷിക്കലല്ല. ഏറ്റവും കൃത്യമായിട്ട് പ്ലാനിങ്ങും പണിയും നിർവഹിച്ച റസൂലിൻ്റെ ജീവിതത്തിലെ പ്രധാന ഒരു പണിയായിരുന്നു ഹിജ്റ എന്നുള്ളത്. ധാരാളം ടാക്ടിക്സ്, ഒരു തന്ത്രങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗിക്കുന്നുണ്ട്. സാധാരണ പോകുന്ന വഴിയിൽ നിന്ന് വഴി മാറി കൂടെ വഴികാട്ടിയായിട്ട് ഒരാളെ കൊണ്ട് നടക്കുന്നു. ഇവർ സഞ്ചരിക്കുന്ന സഞ്ചാര പാതകളിലെ കാൽപ്പാടുകൾ മായ്ക്കാൻ വേറൊരു സംഘത്തെ കൂടെ കൂട്ടുന്നു. ഇങ്ങനെ തുടങ്ങി കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെ നിർവഹിച്ച ഒരു ഘട്ടമായിരുന്നു, ഒരു പണിയായിരുന്നു ഹിജ്റ എന്നുള്ളത്. എന്നാൽ അതേസമയം ഹിജ്റയിൽ പലയിടത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ തവക്കുൽ അല്ലെങ്കിൽ തദ്ബീർ അള്ളാഹുലേക്ക് ഏൽപ്പിച്ചെടുക്കുക എന്നുള്ളത് പലതവണ കാണാവുന്നതാണ്. റസൂലിൻ്റെ ഡ്യൂട്ടികളൊക്കെ നിർവഹിക്കുക, ബാക്കി എന്തെങ്കിലും വരുമോ അതല്ലാഹു. അതുകൊണ്ടാണ് ഗുഹയിൽ ഓർ സൗറിൽ നിൽക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മാലന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ എന്ന് ചോദിച്ചത്. അങ്ങനെ ശത്രുക്കൾ അടുത്ത് നിൽക്കുമ്പോഴും അള്ളാഹുല്ലേ കൂടെ എന്ന് റസൂൽ ചോദിക്കാൻ പറ്റിയത് അതുകൊണ്ടാണ്. സുറാഖയെ പരിഗണിക്കാതിരിക്കാൻ കാരണം, സുറാഖ പിന്തുടർന്നാലും അത് നമ്മുടെ വഴിക്ക് തടസ്സമാകില്ല എന്ന് റസൂലിന് തോന്നാൻ കാരണം അത് അള്ളാഹുലേക്കുള്ള ഈ തവക്കുലാണ്. ഇങ്ങനെ തുടങ്ങിയ ധാരാളം സംഭവങ്ങൾ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം കടലിൻ്റെ അടുത്തെത്തുമ്പോൾ ഫിറഔൻ്റെ കിങ്കരന്മാർ പിന്നിൽ നിൽക്കുമ്പോൾ ഇന്നമായ റബ്ബി സയ്ഹദീൻ എന്ന് പറയുന്ന രംഗം. ഇവിടെ ധാരാളം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം
തീ കുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ അള്ളാഹുൽ തവക്കുലാക്കുന്ന രംഗം. അതേ സംഭവം നമ്മുടെ ഉമ്മത്തിൽ ആവർത്തിക്കപ്പെടുമ്പോൾ അബൂ മുസ്ലിമുൽ ഖൗലാനി അല്ലേ, കേട്ടിട്ടുണ്ടാകും. മഹാനായ ഇതേപോലെ അദ്ദേഹത്തെയും അബൂ മുസ്ലിമുൽ ഖൗലാനിയെയും ശത്രുക്കൾ തീയിലേക്കിട്ടു. അങ്ങനെ തീ കരിക്കാതെ രക്ഷപ്പെടുന്ന രംഗങ്ങൾ ഇങ്ങനെ തുടങ്ങി ധാരാളം. നിസ്കരിക്കുമ്പോൾ, വീട്ടിൽ നിസ്കരിക്കുമ്പോൾ, പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ വീട് കത്തി എന്ന് പറയുമ്പോൾ അത് ഗൗനിക്കാതെ നിസ്കാരത്തിൽ ശ്രദ്ധയൂന്നിയ പണ്ഡിതന്മാർ, സൂഫികൾ, ഇങ്ങനെ തുടങ്ങി ധാരാളം തവക്കുലിൻ്റെ അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങൾ പറയുന്ന ധാരാളം സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തദ്ബീർ അല്ലെങ്കിൽ നതീജ, റിസൾട്ട്, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ബാക്കിയുള്ള പണികളൊക്കെ, മറ്റു കാര്യങ്ങളൊക്കെ, സബബുകളോട് ബന്ധപ്പെടുക എന്നുള്ള ഡ്യൂട്ടികളൊക്കെ നമ്മൾ നിർവഹിക്കുകയും ചെയ്യുക. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച ഒരു രീതി. അതാണ് പറഞ്ഞത് അരിഹ് നഫ്സക മിന തദ്ബീർ. തദ്ബീർ ആലോചിച്ച്, തദ്ബീറിൽ നിൻ്റെ ശരീരത്തെ ഇങ്ങനെ കെട്ടിബന്ധനസ്ഥനാക്കണ്ട. ഫമാ ഖാമ ബിഹി ഗൈറുക അൻക ലാ തഖും ലി നഫ്സിക്. നിന്നെ തൊട്ട് അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ് തദ്ബീർ. അപ്പോൾ തദ്ബീർ നീ അതിന് മുതിരേണ്ട എന്നുള്ളതാണ് ഹിക്കമിൻ്റെ ചുരുക്കം. ശുക്രൻ, ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.